രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ ഒരു പരാതിയും ഇല്ലാതെ കോൺഗ്രസ് ഈ തീരുമാനമെടുത്തു. രാഹുൽ മാക്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുന്നത് യാതൊരു ന്യായീകരണവും യുക്തിയുമില്ല. കോൺഗ്രസ് നേതൃത്വം MLAയുമായി ഒത്തുകളിച്ചിരിക്കുകയാണ്. MLA സ്ഥാനത്ത് തുടരാൻ ഉള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നു. പാർട്ടിക്ക് വേണ്ടാത്തത് പാലക്കാടിനോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ വസന്ത് സുരേഖ് കോൺഗ്രസിൽ നിന്ന്, ശ്രീ AK ഷാനിബ് CPM-ൽ നിന്ന്, ശ്രീ പ്രശാന്ത് ശിവൻ BJP-യിൽ നിന്ന്. അഡ്വക്കേറ്റ് വസന്ത് സുരേഖ്, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. വസന്ത്, രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാണ് കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തത്? നോക്കൂ, രണ്ടാണ് കാര്യങ്ങൾ. ഒന്ന്, അങ്ങയുടെ ചോദ്യത്തിൽ തന്നെ ഉള്ള ഉളിയമ്പിനെ ഞാൻ അംഗീകരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി അതിനിർണായകമായൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. ഈ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന പോലീസ്, ആ പോലീസിന്റെ കീഴിൽ ഈ സംസ്ഥാനത്തെ വനിതകൾ നേരിടുന്ന പീഡനങ്ങൾ, തലസ്ഥാന നഗരിയിൽ 6 മാസം മുമ്പ് തലമുടിയുടെ കുത്തിനെ പിടിച്ച് വലിച്ചിഴച്ച് മ്യൂസിയം പോലീസിന്റെ മുമ്പിലൂടെ ഒരു നരാധമൻ ഒരു സ്ത്രീയെ വലിച്ചിഴച്ചുകൊണ്ട് പോയത് തൊട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിഹരിക്കുന്ന PK ശശിക്ക് നേരെ അടക്കമുള്ള സ്ത്രീപീഡന ആരോപണങ്ങൾ, അതിൽ FIR ഇട്ട കേസുകൾ, തെളിവുള്ള കേസുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ കോൺഗ്രസ് വലിയ പ്രതിരോധം തീർത്ത്, വലിയ പ്രതിഷേധം തീർത്ത് ഞങ്ങൾ തെരുവിൽ സമരരംഗത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു വെള്ളക്കടലാസിൽ പോലും പരാതിയില്ലെങ്കിലും, ഒരു FIR-ന്റെ കണിക പോലും ഇല്ലെങ്കിലും അതിന് ഈ പരാതിക്കാർക്ക് പിണറായി പോലീസിനെ വിശ്വാസമുള്ളത് കൊണ്ടോ ഇല്ലാത്തത് കൊണ്ടോ ആകാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ചെറിയൊരു ആരോപണം ഉയർന്നു വന്നാലെങ്കിലും ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ്. ആ ആരോപണം ഉന്നയിക്കപ്പെടുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് നേരെയാണെങ്കിൽ ഇതിൻ്റെ തീവ്രത കുറവാണ് എന്ന് പറയുകയോ, ദേശാഭിമാനി പോലെ ഞങ്ങളുടെ വീക്ഷണം പത്രത്തിൽ ആ ആരോപണം ഉന്നയിക്കുന്ന ആളെ പറ്റി അവിഹിത കഥകൾ എഴുതി പിടിപ്പിക്കുകയോ ചെയ്യുന്നതല്ല കോൺഗ്രസിൻ്റെ പാരമ്പര്യമെന്ന് പ്രൂവ് ചെയ്യാൻ ഞങ്ങൾക്ക് ഈ നടപടി ആവശ്യമാണ്. ഞങ്ങൾ അത് ഇന്ന് പ്രൂവ് ചെയ്തിട്ടുമുണ്ട്. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ MLA-ക്കെതിരെ, ഞങ്ങളുടെ സഹപ്രവർത്തകനെതിരെ ഒരു ആരോപണം ഉയർന്നു വരുന്നു. ആ ആരോപണത്തിൽ ഒരു പരാതി പാർട്ടിയുടെ മുമ്പിലില്ല, പോലീസിന്റെ മുമ്പിലില്ല, സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുമ്പിലില്ല. പക്ഷേ ആ ആരോപണം വന്ന് നേരത്തോട് നേരം പുലരുന്നതിന് മുമ്പ് സംഘടനാപരമായ ആദ്യത്തെ നടപടി കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷപദം ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്. രണ്ടാമത്തെ ദിവസം കഴിയുന്നു, മൂന്നാമത്തെ ദിവസം ഇന്ന് മൂന്നാമത്തെ ദിവസത്തിന്റെ രാത്രിയാണ്. ആ രാത്രിക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുപ്പിക്കാതെ അടുത്ത തവണ മത്സരിപ്പിക്കില്ല എന്ന കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തോട് അഗ്നിശുദ്ധി നടത്തി മടങ്ങി വരൂ, അതുവരെ പാർട്ടിയൊപ്പം ഉണ്ടാവില്ല, ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യില്ല, ഞങ്ങൾ പരാതിക്കാരെ അധിക്ഷേപിക്കില്ല, ഞങ്ങൾ CPM-നെ പോലെ നിങ്ങളെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ച പാർട്ടി അത് ഇന്നത്തെ ദിവസം അത് കോൺഗ്രസ് ആണ്. അതിൻ്റെ 1000-ൽ ഒരു നിലപാടെടുത്തത് ഈ പറയുന്നത് ആടിൻ്റെയോ ആടലോടകത്തിൻ്റെങ്കിലും സമാനതയുള്ളൊരു നിലപാടെടുത്ത പാർട്ടിയെ അങ്ങേക്ക് കേരള രാഷ്ട്രീയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ അത് അംഗീകരിക്കാം. ശ്രീ വസന്ത് സുരേഖ്, ഞാൻ ചോദിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനാ സസ്പെൻഡ് ചെയ്തു എന്നാണ്. ആരോപണങ്ങളുടെ പേരിൽ എന്നാണ് വസന്ത് സുരേഖ് പറയുന്നത്. ഇതിൽ ആരോപണം ഉന്നയിച്ചത് ഒരു പെൺകുട്ടിയാണ്, നടി കൂടിയായ പെൺകുട്ടിയാണ്. ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിതാവിന് തുല്യനാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു എനിക്ക് മകളെ പോലെയാണെന്ന്. ഒരു പെൺകുട്ടിയാണ് ആരോപണം ഉന്നയിച്ചത്. ശേഷം പുറത്തു വന്ന ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും ഫോട്ടോയും ഭീഷണിയുമായി പലതും ആരോപണങ്ങളുടെ സ്വഭാവത്തിലല്ല, വെളിപ്പെടുത്തലുകളുടെ സ്വഭാവത്തിൽ തിരമാലകൾ പോലെ കേരളത്തിന്റെ സമൂഹത്തിന് മുന്നിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ വെളിപ്പെടുത്തലുകളുടെ സ്വഭാവത്തിൽ വന്നു എന്നാണ്. അതിൽ ആരോപണം ഉന്നയിക്കും എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടി വിചാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അങ്ങ് പറഞ്ഞു പാർട്ടി നേരത്തോട് നേരം അല്ലെ വെളുക്കുന്നതിന് മുൻപ് പാർട്ടി നടപടിയെടുത്തു, അതിൻ്റെ പേരിലാണ് ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത് എന്ന്. സമയം 1:25 ഞാൻ രാജിവെച്ചിട്ടില്ല, 1:30 പാർട്ടിയിൽ ആരും എന്നോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ല, ഞാൻ രാജി പ്രഖ്യാപിക്കുന്നു എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ നാടകീയമായി സംസാരിച്ചപ്പോൾ പാർട്ടി നടപടിയെടുത്തു എന്നല്ല പാർട്ടിയുടെ MLA പറഞ്ഞത്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാതിരിക്കാൻ രാജിവെക്കുന്നു എന്നാണ്. ഇത് മൊത്തത്തിൽ അങ്ങ് ചേർന്ന് പോകുന്നില്ലല്ലോ വസന്തേ? രാവിലെ 11:30 ഈ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിലെ ഒന്നാമൻ അല്ലെങ്കിൽ രണ്ടാമൻ പാർട്ടിയുടെ CLP ലീഡർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്നത്തെ ദിവസം നിങ്ങളെ കാണുന്നത്.
അന്നത്തെ ദിവസം അദ്ദേഹം കാണുമ്പോൾ തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്, ആ ആരോപണങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകും, ആ നടപടിക്ക് ഞാൻ നേതൃത്വം കൊടുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളടങ്ങുന്ന മാധ്യമങ്ങളിലൂടെ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനും അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്നവർക്കും നിങ്ങൾക്കുമെല്ലാം കോൺഗ്രസ് പാർട്ടി കൃത്യമായ പോയിന്റ്, കോൺഗ്രസ് പാർട്ടി കൃത്യമായ ഞങ്ങളുടെ സ്റ്റാൻഡ് എന്താണ് എന്ന് 11:30 നടപടി പാർട്ടി നടപടി എടുത്തതാണോ, രാജി ആവശ്യപ്പെട്ടതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വേച്ഛയാ രാജി സമർപ്പിച്ചതാണോ, ഈ കാര്യത്തിലെങ്കിലും ഒരു ഉറപ്പ് പറയാൻ പറ്റുമോ? പാർട്ടി നടപടിയെടുത്തതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചതാണോ? അതുകൊണ്ടാണല്ലോ ഞാൻ ആ ക്രോണോളജി പറഞ്ഞത്. ക്രോണോളജി ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇത് വളരെ സിമ്പിൾ അല്ലേ, ഇത് വളരെ ഡയറക്റ്റ് അല്ലേ? പാർട്ടി നടപടിയെടുത്തതാണോ, രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വമേധയാ രാജിവെച്ചതാണോ? അതിലെന്താ തെറ്റ്? സ്വമേധയാ രാജിവെച്ചതാണോ, പാർട്ടി നടപടിയെടുത്താണോ? സ്വമേധയാ രാജിവെച്ചില്ലായിരുന്നെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകുമായിരുന്നു. അപ്പൊ പാർട്ടി നടപടി എടുത്തതല്ല, അപ്പൊ പാർട്ടി നടപടി എടുത്തതല്ല. അങ്ങ് 2-3 സെന്റൻസിന് അപ്പുറത്ത് പറഞ്ഞത് എന്താണ്? പാർട്ടി നടപടി എടുത്തു, അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകേണ്ടി വന്നത് എന്ന്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലും വളരെ കൃത്യതയില്ല, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലും കൃത്യമായി മറുപടി പറയാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നു രാജിവെക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന്. ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളായ ഉമാ തോമസ്, ബിന്ദു കൃഷ്ണ, ജോസഫ് വാഴക്കൻ തുടങ്ങിയ ആളുകളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളുടെ മൈക്കിലൂടെ തന്നെ രാജിവെക്കേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞു. രാജിവെക്കുമെന്ന് പറയേണ്ടത് ആരാണ്? വി.ഡി. സതീശനായിരുന്നു. വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരെങ്കിലും പറഞ്ഞോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരെങ്കിലും വി.ഡി. സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ പറഞ്ഞോ? എന്നിട്ട് പിന്നെ വെക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ മുഖം നോക്കാത്ത നടപടി എടുത്തിരിക്കും. എന്തൊക്കെ പറഞ്ഞു? മുഖം നോക്കാത്ത നടപടി സസ്പെൻഷനാണോ? ശ്രീമതി മാധു, ഞാൻ അതാണ് വളരെ കൃത്യമായി പറഞ്ഞത്. ഞങ്ങൾ പാർട്ടി വളരെ കൃത്യമായി അതിൻ്റെ ഗൈഡ് ലൈൻസ് കൊടുത്തിരുന്നു. ഞങ്ങൾ ഇതാ നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആ നടപടി കാത്തു നിൽക്കാതെ ഒരു മനുഷ്യൻ രാജിവെച്ചാൽ, അയ്യോ ഞങ്ങളുടെ നടപടി വരുന്നോടം വരെ വെയിറ്റ് ചെയ്യൂ, എന്നിട്ട് നമുക്ക് രാജിവെക്കാം എന്ന് പറയാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വസന്ത് സിറിയക് പാർട്ടി നടപടിയെടുത്തു, നേരം വെളുക്കുന്നതിന് മുൻപ് പാർട്ടി നടപടിയെടുത്തു, അതുകൊണ്ടാണ് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്. ഇപ്പൊ അങ്ങ് വിശദീകരിക്കുന്നത് എന്താ? പാർട്ടി നടപടി എടുക്കും എന്നുറപ്പായപ്പം അയ്യോ ഞാൻ രാജിവെക്കുന്നു അല്ലേ? അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത്? അപ്പോൾ പാർട്ടി നടപടി എടുക്കും എന്ന് ഉറപ്പായപ്പോഴാണോ, പാർട്ടി നടപടി എടുത്തു എന്ന് എടുത്തപ്പോൾ ഒഴിഞ്ഞു പോകേണ്ടി വന്നതാണോ എന്ന് ഈ 4ാമത്തെ ദിവസം ചർച്ചയിലിരിക്കുമ്പോൾ പോലും കോൺഗ്രസിന്റെ ഒരു പ്രതിനിധിക്ക് കൃത്യമായി പറയാൻ കഴിയാത്ത സാഹചര്യം ഇതിലുണ്ട്. അവിടെയാണ് ഈ പ്ലാൻ ബി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ രക്ഷാപ്രവർത്തനം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നേതാക്കളടക്കം ഭീഷണിയുടെ മുനയിൽ നിന്നുകൊണ്ടാണോ സസ്പെൻഷനിൽ ഈ കാര്യങ്ങൾ ഒതുക്കിയത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത്. ഞാൻ വരാം അങ്ങിലേക്ക്. ശ്രീ വസന്ത് സിറിയക്, ശ്രീ പ്രശാന്ത് ശിവൻ എന്തുകൊണ്ടായിരിക്കും? നോക്കൂ, ആരോപണങ്ങൾ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ നടപടിയെടുത്തു എന്നവർ. ആരോപണങ്ങൾ ഇല്ല, ഒരാരോപണം ഉണ്ടായി, ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻഷോട്ടുകളായി, ഓഡിയോ സന്ദേശങ്ങളായി കേരളത്തിന് മുന്നിലേക്ക് വെളിപ്പെടുത്തലുകളുടെ സ്വഭാവത്തിൽ വന്നു വീണവയൊക്കെയാണ് ചരിത്രം വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഈ വെളിപ്പെടുത്തലുകളുടെ പേരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ, പാലക്കാട്ടെ വോട്ടർമാർക്ക് മുന്നിൽ വെളിപ്പെട്ടു പോയ ഈ വസ്തുതകളുടെ പേരിൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസ് എങ്ങനെ എടുക്കും? ഇവിടെ 1-2 കാര്യങ്ങളാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞ തരത്തിൽ, കോൺഗ്രസ്സുകാർ ആദ്യ ദിവസങ്ങളിൽ പറഞ്ഞ തരത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് ആദ്യ ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് വന്ന പ്രതികരണം എന്ന് പറയുന്നത് അത് പേരില്ലാത്ത ഒരു പരാതിയാണ്, അത് ആർക്കെതിരെയാണ് പരാതി എന്ന് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഒരു എഴുത്തുകാരി വന്ന് ഇത്തരത്തിൽ അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറയുന്ന സമയത്ത് അതിനെ ന്യായീകരിക്കേണ്ടതിലേക്ക് വരികയാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം എഴുത്തുകാരി വന്ന അശ്ലീല സന്ദേശം അയച്ചു എന്ന് പറഞ്ഞില്ല, കടന്ന രീതിയിൽ ചാറ്റ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് ഞാൻ അങ്ങോട്ട് ചാറ്റ് ചെയ്തതാണ് എന്ന രീതിയിൽ മറ്റു സുഹൃത്തുക്കൾക്ക് മുന്നിൽ പ്രചരിപ്പിച്ചു, അത് ഞാൻ അറിഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അശ്ലീല സന്ദേശം അവർക്ക് അയച്ചു എന്ന് പറയില്ല. ഈ ലൂപ്പ് ഹോൾ ഇട്ട് കൊടുക്കരുത്. ഒരു കാര്യത്തെ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി വസ്തുതാപരമായി ഒരു മിനിറ്റ്. ഇത്തരത്തിൽ അദ്ദേഹം അശ്ലീലപരമായി ചാറ്റ് ചെയ്യുന്നതിനാവശ്യമായ സ്ക്രീൻഷോട്ടുകളും എല്ലാം പുറത്തു വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ചു. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ
അകത്ത് തുടരുന്നതിന് യോഗ്യനല്ല, അർഹനല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷപദം രാജിവെക്കുന്നു. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുവാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് കാണുന്നു. പക്ഷെ പാലക്കാട്ടുകാർ അദ്ദേഹത്തെ സഹിച്ചോട്ടെ എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. ഇന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒരാളെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൈവശം വെച്ചിട്ടുള്ള അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പറാണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും ആ സ്ഥാനങ്ങളെല്ലാം രാജിവെക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വസന്ത്, ഈ ചർച്ചയിലുണ്ട്, എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം. കോൺഗ്രസിൻ്റെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഏത് പ്രതിനിധിയാണെങ്കിലും, അത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് അംഗം വരെയാണെങ്കിൽ പോലും അത് രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന സമയത്ത് എന്തുകൊണ്ട് പാലക്കാട്ടെ MLA സ്ഥാനം അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്നുകൂടെ ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആളുകൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. 2, ഇതിൽ എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടില്ല. 2, ഒന്ന് പൂർത്തിയാക്കട്ടെ. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇതേ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, സസ്പെൻഷൻ പീരിയഡ് പറഞ്ഞില്ലെങ്കിൽ 1 മാസം കഴിയുന്ന സമയത്ത് ആ സസ്പെൻഷൻ അവസാനിക്കും. ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കാലത്ത് പത്രസമ്മേളനത്തിലോ തുടർന്നുള്ള ആളുകൾ പറഞ്ഞതിലോ എത്ര കാലത്തേക്കാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താം, ഞാൻ പറഞ്ഞു തിരുത്താം. സ്പെസിഫൈ ചെയ്ത് പറയാത്തിടത്തോളം കാലം ഇന്ന് ഓഗസ്റ്റ് മാസം 25-ാം തീയതിയാണ്. 2025 സെപ്റ്റംബർ മാസം 25-ാം തീയതി അദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ പീരീഡ് അവസാനിക്കേണ്ടതാണ്, സ്വാഭാവികമായിട്ട് കാലാവധി പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ മുന്നിൽ ഒളിച്ചു കളിക്കുന്ന, പ്രത്യേകിച്ച് പാലക്കാട്ടെ ജനങ്ങളെ പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. എത്ര കാലത്തേക്കാണ് സസ്പെൻഷൻ എന്നോ, എത്ര ഈ സ്വാഭാവികമായിട്ട് സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അനുഭവിച്ചു വരുന്ന, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന MLA സ്ഥാനം കൂടെ രാജിവെക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടാണോ കോൺഗ്രസ് പാർട്ടി ഈ നിലപാടെടുത്തിട്ടുള്ളത് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ഒന്ന് വ്യക്തമാക്കിയാൽ എനിക്കൂടെ മനസ്സിലാക്കുവാൻ നന്നായിരിക്കുമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ശരി, ശ്രീ AK ഷാനിബ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ VD സതീശനും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്, രാഹുലിനെതിരെ കർക്കശമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിരുന്നതും റിപ്പോർട്ടുകളും എല്ലാം. പക്ഷേ സസ്പെൻഷൻ എന്ന കാര്യത്തിൽ ആ നിലപാടിൽ ഒരു തീരുമാനമായിരിക്കുന്നു ഏറെക്കുറെ. അതായത് മാത്രമല്ല, ഇന്ന് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്, രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് ന്യായീകരണവും യുക്തിയും ഇല്ല എന്നുള്ളതാണ്. ഇതെങ്ങനെ പിടിച്ചു കിട്ടിയെന്നാണ് ഷാനിബ് മനസ്സിലാക്കുന്നത്? അല്ല, ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് കൂടുതൽ അപഹാസ്യരായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീകൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്ന നിലപാട് പരസ്യമായി KPCC പ്രസിഡന്റിനെ പോലെയുള്ള വളരെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്ന സണ്ണി ജോസഫിന് പോലും ജനങ്ങളുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇവിടെ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരാൾ ഒരു സൈക്കോപാത്തിനെ പോലെ സ്ഥിരമായി കാണുന്ന സ്ത്രീകളെ മുഴുവൻ എന്ന തരത്തിൽ തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ അയാളുടെ ക്രൂരമായ ചെയ്തികളെക്കുറിച്ചും അയാളുടെ പ്രവൃത്തികളെക്കുറിച്ചും കേരളത്തിലെ ജനസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് പരാതിയില്ല എന്നാണ്. എന്നാൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നടപടികൾ ഇയാൾക്കെതിരെ എടുത്തത് എന്നുള്ളത് അവർ വ്യക്തമാക്കേണ്ടതല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്രയും നടപടികൾ എടുത്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത്, ആ കാര്യങ്ങളെല്ലാം അയാളെ ജനപ്രതിനിധി എന്ന നിലയിൽ നിന്ന് പുറത്താക്കാൻ പോകുന്നതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഉമാ തോമസിനെ പോലെയുള്ള ജനപ്രതിനിധികൾക്ക് മനസ്സിലാകുന്നുണ്ട്. KK രമയെ പോലെയുള്ള UDF-നകത്തുള്ള 2 MLA-മാരാണുള്ളത്. 2 MLA-മാരും കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാലിനെ പോലെ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ
ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആളുടെ സഹധർമ്മിണി പറയാൻ കഴിയാവുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അവരും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് ഉളുപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരോട് എന്താണ് പറഞ്ഞിട്ട് കാര്യം? കഴിഞ്ഞ 3-4 ദിവസമായി കേരളം ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർക്ക് ഈ പുറത്തു വന്ന വാർത്തകൾ, ഞാൻ നിന്നെ ചവിട്ടി കൊല്ലും എന്ന് പറയുന്നത്, ഞാൻ പിന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനോട് ഇഷ്ടം തോന്നുന്നു എന്ന് പറയുമ്പോൾ എന്നാൽ നീ നിന്റെ വഴി നോക്ക്, ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരുത്തനോട്, ഒരു പെൺകുട്ടിയെ പിന്നെ ഗൂഢാലോചന നടത്തി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്നതും ഡ്രൈവറെ വിട്ട് ഒരു പെൺകുട്ടിയെ പ്രത്യേക സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ആൾക്കൂട്ടമാണ് മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ഗൂഢാലോചന നടത്തി കൊണ്ടുപോയി ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ പ്രണയാർദ്രമായ നിമിഷങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബന്ധപ്പെട്ടതിന് ശേഷം അതിന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കല്യാണമൊന്നും കഴിക്കില്ല എന്ന് പറഞ്ഞ ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളോട്, അതുപോലെ തന്നെ നീ മരുന്ന് കഴിക്കണം എന്ന് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഒരാളോട്, അങ്ങനെ ഒരാളെ അവിടെ തന്നെ തുടരാൻ അനുവദിച്ചിട്ടാണ് KPCC പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾക്ക് സ്ത്രീകളുടെ അഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള നടപടി ഞങ്ങളെടുത്തു, മറ്റാരും എടുത്തിട്ടില്ല, ചരിത്രത്തിൽ ആരും എടുക്കാത്ത നടപടി എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് അവർ സ്വയം അപഹാസ്യരാണ്. ഉളുപ്പില്ല എന്ന് വ്യക്തമായി നിന്ന് പറയേണ്ടി വരുന്ന KPCC പ്രസിഡന്റിനെ സഹതാപത്തോടു കൂടിയാണ് കേരളത്തിലെ സമൂഹം കാണുന്നത്. ഒരു കാര്യം വ്യക്തമായി പറയാം, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായിരിക്കാൻ കഴിയാത്ത ഒരാളെന്ന് നിങ്ങൾ കണ്ടെത്തിയ ആളെ കോൺഗ്രസിന്റെ പിന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു, അത് നാടകമാണെന്നും അത് കണ്ണിൽ പൊടിയിടാനാണ് ഒക്കെ നമുക്ക് ബോധ്യമുണ്ടെങ്കിലും അങ്ങനെ പറയുന്ന ഒരാളെ പാലക്കാടിന്റെ ജനപ്രതിനിധിയായി വെക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശവപ്പെട്ടിയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. 1980-ലും 90-കളിലും ഒക്കെ രാഷ്ട്രീയം പറഞ്ഞതുപോലെ അല്ല ഇപ്പൊ രാഷ്ട്രീയം പറയേണ്ടത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇത് ശ്രദ്ധിക്കണം. അത് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശ്രീ വസന്ത് സിറിയക്, ഇപ്പൊ ആവർത്തിച്ച് രണ്ടുപേരും ചോദിച്ചൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനം ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്ന് കോൺഗ്രസ് കണ്ടെത്തി. അതിനൊപ്പം തന്നെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും മാറി നിൽക്കണമെന്നും കോൺഗ്രസ് കണ്ടെത്തി. അങ്ങനെ കോൺഗ്രസ് ഓൺ ചെയ്യാത്ത ഒരാളെ, അല്ലെ, കോൺഗ്രസിന് ഈ കോൺഗ്രസ് ഏൽപ്പിച്ചു കൊടുത്ത സ്ഥാനങ്ങളിൽ തുടരാൻ അർഹതയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ബോധ്യം വന്നിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയുടെ സംവിധാനമുണ്ട് അതിൽ നിന്ന് മാറ്റി നിർത്താൻ. പക്ഷെ പാവപ്പെട്ട ജനങ്ങൾക്ക്, ഈ പൊതുജനം കഴുതയാണ് എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു, ഈ കാലത്തും തിരുത്താൻ കഴിയാതെ എന്ന് ആണോ ജനം കരുതേണ്ടത്? കാരണം ജനങ്ങൾക്ക് നിവൃത്തിയില്ല. അവർ തെരഞ്ഞെടുത്തു പോയി. അവർ തെരഞ്ഞെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിച്ചല്ല കേട്ടോ. അവർ തെരഞ്ഞെടുത്തത് ഈ കേരളത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ട് ഇത്രയും വലിയ സംഭാവനകൾ നൽകിയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് സ്വന്തം ചിഹ്നത്തിൽ കൊണ്ടുപോയി നിർത്തി മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് തെരഞ്ഞെടുത്തത്, അല്ലേ? അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിലെ കരിസ്മ കണ്ടിട്ട് മാത്രം എന്ന് പറയാൻ വരുമോ? സ്വാഭാവികമാണ്. ഒരു സ്ഥാനാർത്ഥിക്ക് കൃത്യമായും അദ്ദേഹത്തിന്റെ മുഖം, അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിചയം, വാക്സാമർഥ്യം, ഇതൊക്കെ വലിയ പ്ലസ്സുകളാണ്. പക്ഷെ കോൺഗ്രസ് പാർട്ടി പ്രസ്ഥാനം എന്ന നിലയ്ക്കാണ് അവിടെ കൊണ്ടുപോയി നിർത്തിയത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടാത്ത ആളെ എന്തിന് പാലക്കാട്ടുകാർ ചുമക്കണമെന്നാണ് ഇത് ആവർത്തിച്ച് രണ്ട് പാനലിസ്റ്റുകളും ചോദിക്കുന്നത്. അല്ല, ആദ്യം ഷാനിബിന് ഉത്തരം പറയാം. ഷാനിബ് ചോദിച്ചു ഉളുപ്പുണ്ടോ എന്നാണ്. ഷാനിബിന് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ, അതായത് M മുകേഷിന്റെ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ പല്ല് പുളിക്കുന്നില്ലേ ഷാനിബെ? ഷാനിബ് ചോദിച്ചത് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിവയറ്റിൽ ചവിട്ടുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയാണ്. എന്നാൽ എന്തായിരുന്നു നിങ്ങളുടെ MLA മുകേഷിനെതിരെയുള്ള ആരോപണം? ഒന്നാമത്തെ വൈഫിന്റെ ആരോപണം ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ അവരുടെ അടിവയറ്റിൽ ചവിട്ടി എന്നുള്ളതാണ് ആരോപണം. ഇനി രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാ പ്രതികരണവും മാറ്റിവെക്കാം. ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് കേരളത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവി വഹിക്കുന്ന കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ P സതീദേവി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഈ നിയമപരമായ ഒരു മാർഗനിർദ്ദേശം, മുൻകാല അനുഭവം. P സതീദേവിയെ രാഷ്ട്രീയക്കാരിയായി ഞാൻ കൂട്ടുന്നില്ല. കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ എന്ന നിലയിൽ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് 2 വർഷം ജയിലിൽ കടന്നാൽ രാജിവെച്ചാൽ മതി. ആര്? മുകേഷ് രാജിവെച്ചാൽ മതി എന്നാ പറഞ്ഞത്. ഇനി എന്നിരുന്നാൽ പോലും മുകേഷിനെതിരെ ഈ ആരോപണം ഉണ്ടായപ്പോൾ നിങ്ങളുടെ നില എന്തായിരുന്നു? മുകേഷിനെതിരെ ഈ ആരോപണം ഉണ്ടായപ്പോൾ നിങ്ങളുടെ നില എന്തായിരുന്നു? മുകേഷ് രാജിവെക്കണമെന്നായിരുന്നു, അല്ല എന്നായിരുന്നോ? അല്ല, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. മുകേഷിന്റെ കാര്യവും ഇതുമായി
യാതൊരു തരം അവരെടുത്ത നിലപാടിനെ നമുക്ക് നിങ്ങൾ ഇത് ചാരി വെക്കുന്നത് മുകേഷിനോട് രാജിവെക്കണ്ട എന്ന് LDF പറഞ്ഞില്ലേ എന്നിട്ടാണ് നിങ്ങൾ ഇത് ചാരി വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ടാണ് വസന്ത് ഞാൻ ചോദിക്കുന്നത്, മുകേഷിനെതിരെ അത്തരത്തിൽ ആരോപണങ്ങളും കേസും ഉണ്ടായപ്പോൾ നിങ്ങളുടെ നില എന്തായിരുന്നു? നിങ്ങളത് വിഴുങ്ങിയോ? അല്ല, മുകേഷിന്റെ കേസും ഇതും തമ്മിൽ എങ്ങനെയാണ് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്? നിങ്ങളാണ് താരതമ്യപ്പെടുത്തിയത്, ഞങ്ങളല്ല താരതമ്യപ്പെടുത്തിയത്, മറ്റുള്ളവരല്ല താരതമ്യപ്പെടുത്തിയത്. മുകേഷിനോട് രാജിവെക്കേണ്ട എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഇവിടെ മുൻപ് ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ? അപ്പോ മുകേഷിനോട് രാജിവെക്കേണ്ട എന്ന് LDF പറഞ്ഞതുകൊണ്ട് LDF ഞങ്ങളെ വിമർശിക്കാൻ പാടില്ല. നിങ്ങൾ ഇതാ രാജിവെക്കേണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാണ്. നിങ്ങൾക്ക് പിന്നെ മുകേഷ് എന്ന പേര് പറയാൻ എന്താ അർഹത? അന്നുണ്ടായിരുന്ന ധാർമ്മികത നിങ്ങൾ എട്ടായിട്ട് ചുരുട്ടി അട്ടത്ത് വെച്ചോ? മുകേഷിന്റെ കേസിൽ അല്ലല്ലോ, അങ്ങനല്ലല്ലോ. മുകേഷിന്റെ കേസിൽ FIR ഇല്ലേ മാധു? മുകേഷിന്റെ കേസിൽ ചാർജ് ഷീറ്റ് അല്ല. അപ്പൊ ഇത് രണ്ട് വ്യത്യസ്തമാണെങ്കിൽ പിന്നെ എന്താണ് മുകേഷിന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? ശരി, നിങ്ങൾ പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു. അന്ന് ആനി രാജയും ബൃന്ദാകാരാട്ടും അടക്കമുള്ളവർ മുകേഷ് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടു. ഇന്ന് നിങ്ങളുടെ PT തോമസിന്റെ, നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് PT തോമസിന്റെ ഭാര്യ, നിങ്ങളുടെ MLA ഉമാ തോമസ് അടക്കമുള്ള, ബിന്ദു കൃഷ്ണ അടക്കമുള്ള പതിറ്റാണ്ടുകൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിച്ച വനിതാ നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് രാജിവെക്കണമെന്ന്. നിങ്ങൾ കേൾക്കുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് മുകേഷിന്റെ കേസുമായി ബന്ധം കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മുകേഷിന് എന്തിനാ പറയുന്നേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നിരുന്ന് ചോദിക്കാം മുകേഷ് മുകേഷ് മുകേഷ്. നിങ്ങൾക്ക് മുകേഷ് മാത്രമേ ഓർമ്മയുള്ളോ? നോ, മുകേഷിനെ മാത്രമല്ല മാധു ഓർമ്മ. ഞാൻ പറയാതെ P ശശി, PK ശശി, ഗോപി കോട്ടമുറയെ തുടങ്ങി ഈ പേരുകൾ മുഴുവനും എണ്ണമിട്ട് പറയുമ്പോൾ നിങ്ങളുടെ അതിലൊക്കെ നില എന്തായിരുന്നു? ഈ കേസുകളിലൊക്കെ നിങ്ങളുടെ നില എന്തായിരുന്നു? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ഇവരൊക്കെ രാജിവെക്കണമെന്നായിരുന്നോ നിങ്ങളുടെ നിലപാട്? ഈ ആരോപണം കേട്ട ആളുകൾ മുഴുവനും രാജിവെക്കണമെന്നായിരുന്നോ നിങ്ങളുടെ നിലപാട്? ആണോ? ആയിരുന്നെന്നാണ് എന്റെ ബോധ്യം. ഇവരെല്ലാവരും രാജിവെക്കണമെന്നായിരുന്നു നിങ്ങളുടെ നിലപാട്. തെറ്റിദ്ധരിപ്പിക്കണ്ട. നിങ്ങളാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്. നിങ്ങളാണ് നല്ല പച്ചയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നത്. രാജിവെക്കണമെന്നല്ല, ആരോപണത്തിന്റെ പുറത്ത് പരാതി വന്ന് ആ പരാതിയിന്മേൽ FIR ഇട്ട് ആ FIR കോടതിയിൽ വന്ന് ചാർജ് ഷീറ്റ് വന്നവൻ അവൻ രാജിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. മനസ്സിലായോ? സ്വന്തം സഹപ്രവർത്തകനായ MLA മകൾ പരാതി നിങ്ങൾക്കറിയാം ഈ രണ്ട് കേസുകളും തമ്മിൽ താരതമ്യമില്ല അല്ലെ? നിങ്ങൾക്കറിയാം ഈ കേസുകൾ തമ്മിൽ താരതമ്യമില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പ്രതിരോധിക്കാൻ ഇവരുടെയൊക്കെ പേര് പറയുന്നത്? ഇത് താരതമ്യമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ ഇവരുടെയൊക്കെ പേര് പറയുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രണ്ടാണ് വ്യത്യാസം. ഞാൻ താരതമ്യപ്പെടുത്തിയത് കേസുകളെയല്ല, ഞാൻ താരതമ്യപ്പെടുത്തിയത് നിലപാടുകളെയാണ്. അത്രമാത്രം ഇന്റൻസീവായ ഒരു കേസുണ്ടായപ്പോൾ അവരെടുത്ത നിലപാടിനെയും ഇപ്പോൾ നിലവിൽ പരാതിയില്ലാത്തൊരു കേസിൽ ഞങ്ങളെടുത്ത നിലപാടിനെയുമാണ് ഞാൻ താരതമ്യപ്പെടുത്തിയത്. കേസുകൾ രണ്ടാണ്, വിഭിന്നമാണ്. അതിൻ്റെതായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒന്നിൽ ഒരു വെള്ളക്കീർ കടലാസിന്റെ പരാതി പാർട്ടിയുടെ മുമ്പിലില്ല, പോലീസിന്റെ മുമ്പിലില്ല, ഇവരുടെ സർക്കാരിന്റെ മുമ്പിലില്ല, ഞങ്ങളുടെ മുമ്പിലോ നിങ്ങളുടെ മുമ്പിലോ ഇല്ല. പക്ഷെ അവിടെയുള്ളത് ആരോപണങ്ങളാണ്. എന്നാൽ മറ്റേത് ആരോപണങ്ങളല്ല, പരാതിയിൽ ആരോപണങ്ങൾ പോലും ഇല്ല. ഞാൻ പറഞ്ഞു, ഒരു പെൺകുട്ടി മാത്രമാണ് ആരോപണം ഉന്നയിച്ചത്. മറ്റുള്ളത് മുഴുവൻ ജനങ്ങൾക്ക് വായിക്കാനും കേൾക്കാനും കാണാനും പാകത്തിൽ വന്ന കാര്യങ്ങളാണ്, സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്ന കാര്യങ്ങളാണ്. അതിന്റെ പേരിൽ കൂടിയാണ് നിങ്ങൾ നടപടിയെടുത്തത്. അതിന്റെ ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഈ മെസ്സേജ് അയച്ചത് മാത്രമല്ല പിന്നെയും വന്നതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംശയമുണ്ടോ? പിന്നെയും വന്നതിന്റെ പശ്ചാത്തലത്തിൽ എന്ന VD സതീശൻ ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുത്തത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ മുന്നോട്ട് വന്ന കാര്യങ്ങളെ മുഴുവനും കണ്ടും കേട്ടുമാണ് കോൺഗ്രസ് ആ തീരുമാനമെടുത്തത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ വെള്ളക്കടലാസിൽ പരാതിയില്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? വെള്ളക്കടലാസിലെ പരാതി കിട്ടിയിട്ട് നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്താൽ പോരായിരുന്നോ? വെള്ളക്കടലാസിലെ പരാതി കിട്ടിയിട്ട് നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാറ്റി നിർത്തിയാൽ പോരായിരുന്നോ? മാധു, കോൺഗ്രസ് അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ജനാധിപത്യ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ എല്ലാവരെയും സൈഡ് കേൾക്കുക എന്നുള്ളത് ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണെന്നേ. ഇപ്പോൾ രാഹുൽ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു സൈഡ് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർക്കാരിനെതിരായ വലിയ പ്രതിഷേധവുമായി രംഗത്ത് നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അത് സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ആരോപണത്തിന്റെ ഈ സംഭവത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ ചിലരെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പറഞ്ഞ കാര്യങ്ങളിൽ
ഇനി എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ നട്ടല്ലുയർത്തി നിന്ന് നേരോടെ നിർഭയത്വത്തോടെ എഴുന്നേറ്റു നിന്ന് എന്താണ് നിങ്ങൾ ഇങ്ങനെയെന്ന് ചോദിക്കാനുള്ള സാധാരണ കോൺഗ്രസ്സുകാരുടെ അവകാശത്തിനും ആത്മാഭിമാനത്തിനും നേരെയാണ് നിങ്ങൾ ഈ സംരക്ഷണത്തിന്റെ വേലി എടുത്തു വെക്കുന്നത് എന്ന ബോധ്യമെങ്കിലും കോൺഗ്രസ്സുകാർക്ക് വേണം. നിങ്ങൾക്കിനി ചോദ്യം ചോദിക്കാനുള്ള അവകാശത്തിന്, അഭിമാന ബോധത്തിന് നേരെയാണ് നിങ്ങളുടെ ഈ രക്ഷാപ്രവർത്തനം വിലങ്ങുതടിയായി നിൽക്കുന്നത്. എന്തെങ്കിലും ഓർമ്മ വേണം. നാളെ എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോഴേ നിങ്ങൾ ചോദിക്കുമല്ലോ. അപ്പൊ ചോദിക്കും, നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പൊ ആരാണ്, എങ്ങനെയാണ് പുറത്തു പോയത് എന്ന്. അപ്പൊ അതിനൊരു മറുപടി കൂടി കണ്ടുവച്ചിട്ട് വരുംകാല ചർച്ചകളിൽ വരണം വസന്ത് സുരേഖ്. ഇടവേള. പ്രശാന്ത് ശിവൻ, അങ്ങ് നേരത്തെ ഈ ചർച്ചയിൽ ഉന്നയിച്ചൊരു കാര്യം ഇതാണ്. INCയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇൻ കേസ് ഓഫ് എ മെമ്പർ ഹിസ് റിമൂവൽ ഫ്രം മെമ്പർഷിപ്പ് ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഫ്രം മെമ്പർഷിപ്പ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ് പ്രൊവൈഡഡ് ദാറ്റ് ഇഫ് എനി പേഴ്സൺ അഗേൻസ്റ്റ് ഹൂം ഡിസിപ്ലിനറി ആക്ഷൻ ഹാസ് ബീൻ ടേക്കൺ ആൻഡ് പണിഷ്മെന്റ് awarded is a member of any local body, legislature, parliament or holds any other position by virtue of his being a congressman, he may also be called upon to resign from such bodies. ഇതാണ് അങ്ങ് ഉന്നയിച്ച കാര്യം. പക്ഷെ ഇത് കോൺഗ്രസിന്റെ ഭരണഘടനയിൽ പറയുന്നൊരു കാര്യമാണ്. കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഭരണഘടന പാലിക്കണോ വേണ്ടിയോ. ഞാനാണോ മറുപടി പറയേണ്ടത്? ശ്രീ പ്രശാന്ത് ശിവൻ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞെടുത്തി. അതായത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഈ ഭരണഘടന അറിയാം. അവർ തന്നെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ കോൺഗ്രസ്സുകാർ ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഞാൻ ചോദിച്ച ചോദ്യം വളരെ കൃത്യമാണ്. ഈ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ എന്തിനാണ് വിഡ്ഢികളാക്കുന്നത്? നിങ്ങളുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം, ഒരാളെ സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഏതൊക്കെ ജനപ്രതിനിധി പോസ്റ്റുണ്ട്, അത് വാർഡ് പഞ്ചായത്ത് മെമ്പറാണെങ്കിലും ശരി, പാർലമെൻറ്റ് അംഗമാണെങ്കിലും ശരി, അതുകൂടെ ഒഴിയണം എന്ന് വളരെ കൃത്യവും വ്യക്തമായി നിങ്ങളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ട് പോലും ആ ഭരണഘടനയെ പാലിക്കാൻ സാധിക്കാത്ത ആളുകളാണ് ഇവിടുത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടി ഇന്ന് കാലത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറ്റിക്കാമെന്ന് കരുതണ്ട. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചപ്പചവറിനെ ചുമക്കുന്ന കുപ്പത്തൊട്ടിയല്ല പാലക്കാട്. നിങ്ങൾ നേരത്തെ പറഞ്ഞു, വസന്ത് നേരത്തെ പറയുന്നുണ്ടായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി പാർട്ടിയുടെ മുൻപിൽ ഒരു പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അദ്ദേഹത്തിന് മുന്നിൽ പരാതിയുമായി വന്ന സമയത്ത് ഒരു പിതൃവാത്സല്യത്തോടുകൂടി അത് എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അതിന് വേണ്ട ഇടപെടലുകൾ നടത്തിയെന്ന് പറയുന്നുണ്ട്. പാർട്ടിക്ക് മുന്നിൽ പരാതി വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നു. VD സതീശന് മുന്നിൽ പരാതി കിട്ടിയെന്ന് VD സതീശൻ പറയുന്നു. ഇവിടെ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവിന് വിവരം കിട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ട്. പക്ഷേ വെള്ളക്കടലാസ് ഉണ്ടായിരുന്നില്ല പ്രശാന്ത് ശിവൻ. അങ്ങനെ പ്രശ്നമുണ്ട്. വെള്ളക്കടലാസ് ഉണ്ടെങ്കിലേ പരാതി എടുക്കുള്ളന്നേ. അല്ല, വെള്ളക്കടലാസിൽ ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് പരാതി. അപ്പൊ VD സതീശന് കിട്ടിയത് എന്ത് പരാതിയായിരുന്നു? VD സതീശൻ പറയുന്നത് അപ്പൊ കള്ളമാണെന്ന് നിങ്ങൾ പറയൂ. VD സതീശൻ ഇവിടുത്തെ ജനങ്ങളെയും കോൺഗ്രസുകാരെയും പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട് കള്ളം പറയുകയായിരുന്നോ? ചാനലുകൾക്ക് മുന്നിൽ ഈ കേരളത്തിലെ ഇത്രയും ജനങ്ങൾ നോക്കി നിൽക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി കള്ളം പറയുകയായിരുന്നോ? അപ്പൊ അതിന് മറുപടി പറയാൻ തയ്യാറാവണം. ഇവിടെ നേരത്തെ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി ഇങ്ങനെ പുറത്താക്കുന്ന സമയത്ത് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് എത്ര കാലത്തേക്കാണ് പുറത്താക്കിയത്? എനിക്കറിവില്ല എത്ര കാലത്തേക്കാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന്. ഇതേ കോൺഗ്രസിന്റെ ഭരണഘടനയിൽ പറയുന്നുണ്ട്, പ്രാഥമിക അംഗത്വത്തിൽ. വേറൊരു പ്രശ്നമുണ്ടല്ലോ, അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുന്നു, അവധിയെടുത്ത് മാറി നിൽക്കാൻ പറയുന്നു. ഒരു അസംബ്ലി നിയോജക മണ്ഡലം ഒരു നിയമസഭാ സമ്മേളന കാലത്ത് പ്രതിനിധീകരിക്കപ്പെടേണ്ടതില്ല എന്ന തീരുമാനം കോൺഗ്രസിന് എങ്ങനെ എടുക്കാൻ പറ്റും? അതവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശമല്ലേ? അല്ല, കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. പാലക്കാട്ടുകാരെ കുറിച്ച് അവർക്ക് ബോധയുടെ എല്ലാവരെ പാലക്കാട്ടുകാരെ കുറിച്ച് ചിന്തിക്കുന്നതില്ല കോൺഗ്രസുകാരെ. ഇവിടെ കോൺഗ്രസുകാർക്ക് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് വളരെ മുന്നേ തന്നെ അറിവുണ്ടായിരുന്നുവെങ്കിൽ, അവിടെ പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഈ ആരോപണവുമായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുരനുഭവമായിട്ട് വരുന്ന ആളുകളെല്ലാം അവരുടെ ഭാഗത്തുണ്ട്. ഇത് VD സതീശനോട് പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് വീണ്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാവുന്നു, പാലക്കാട് MLA ആയിട്ട് വരുന്നു. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പാലക്കാട്ടുകാരെ കുറിച്ച് അവർ ചിന്തിക്കുന്നേ ഇല്ല. ഇപ്പം അവർ പറയുന്നുണ്ട്, ഒഫീഷ്യലി ആയിട്ടാണോ അൺഒഫീഷ്യലായിട്ടാണോ പറയുന്നതെന്നുള്ള അറിയില്ല.
ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ആ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടെ അടിച്ചേൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് പാലക്കാട്ട് MLA ആയിരുന്ന ഒരാളെ വടകരയിൽ കൊണ്ട് മത്സരിപ്പിച്ച് ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചത്? അപ്പം ഇത്തരത്തിൽ പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്ന സമീപനം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത്. ഇവിടെ പാലക്കാടിൻ്റെ MLA നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അവധിയെടുക്കണമെന്ന് പറയുന്നു. പാലക്കാട്ടുകാരുടെ പ്രശ്നം ആരോടാണ് പറയേണ്ടതായിട്ടുള്ളത്? ഒരു MLA പാലക്കാട്ടുകാർക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചോ ഞങ്ങളെ പ്രതിനിധീകരിക്കണ്ട, അവിടെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് നിങ്ങൾ തന്നെയല്ലേ ഒരാളെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ കോൺഗ്രസുകാർ, അത് ഞാൻ പറയാം, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് മുന്നേ തന്നെ പരാതി ലഭിച്ചിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ള ഒരാളെ പാലക്കാട് MLA സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് കൊണ്ടുവന്നത്? അവർക്ക് വിവരമുണ്ടായിരുന്നല്ലോ, അവർക്ക് ഇയാളെക്കുറിച്ച് അറിവുണ്ടായിരുന്നല്ലോ. VD സതീശനോട് പരാതി പറഞ്ഞെന്ന് പറയുന്നുണ്ട് സതീശൻ. അപ്പം ഈ സതീശനോട് പരാതി പറയുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആളെ എന്തിനാണ് കോൺഗ്രസ്സുകാർ പാലക്കാട് കൊണ്ടുവന്നത്? അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തേണ്ടി വരുന്നത്. കോൺഗ്രസ്സുകാർ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരാളെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്നത്? അതേ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു അദ്ദേഹത്തെ പാലക്കാട് മണ്ഡലത്തിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന്. ഇവിടെ കോൺഗ്രസിന്റെ ഇരട്ട നീതിയല്ലേ പുറത്തു വരുന്നത്? കോൺഗ്രസ്സുകാർ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയല്ല ചെയ്യുന്നത്. വളരെ കുറച്ച് സമയത്തേക്കാണെങ്കിൽ പോലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചു നാളത്തേക്കാണെങ്കിൽ പോലും ആ മണ്ഡലത്തിലെ പ്രശ്നങ്ങളോ വികസന കാര്യങ്ങളിലോ വീഴ്ച ഉണ്ടാവരുത് എന്ന് ജനാധിപത്യം നിഷ്കർഷിക്കുന്നതുകൊണ്ടാണ്. അതേ ജനാധിപത്യത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി നിലപാടെടുക്കുന്നത്. അവരുടെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ജനപ്രതിനിധി അടുത്ത സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനമുണ്ടാകുന്നത്. നിയമസഭയിലെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷേ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രശാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഇരട്ടത്താപ്പ് അവിടെയുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന് ഈ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും അടുത്ത നിയമസഭ വരെ എങ്ങനെയെങ്കിലും കൊണ്ടുപോവുക എന്നൊരൊറ്റ കാര്യത്തിനപ്പുറത്ത് ഒരു പരിഗണനയുമില്ലേ? തീർച്ചയായും ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ഇത് ഇന്നിപ്പോ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ആളുകൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഉമാ തോമസ് MLA എന്നെ ബോധ്യപ്പെടുത്തണ്ട, അല്ലെങ്കിൽ ഞങ്ങളെ ആരും CPM-നെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും ബോധ്യപ്പെടുത്തണ്ട. കേവലം ഉമാ തോമസിനെ ഇവർ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് സാധിക്കൂ. ജിൻഡോ ജോൺ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ അദ്ദേഹം കമ്മിറ്റിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ചാനലുകളൊക്കെ വരുന്നയാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ സാധാരണ പ്രവർത്തകരുടെ ഫോൺ എടുക്കാൻ പോലും പറ്റാത്ത ഒരുത്തൻ പെൺകുട്ടിയുടെ മാനത്തിന് വില പറയുന്ന പണിയാണ് എടുക്കുന്നതെങ്കിൽ അയാൾ ഇനി തുടരുന്നതിൽ ഒരർത്ഥവുമില്ല, അയാളെ പുറത്താക്കണം എന്നാണ്. നേരത്തെ നിരവധിയായ ആളുകൾ, പാലക്കാട് എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇവരെന്ത് പറഞ്ഞാണ് ഇതിനെ ന്യായീകരിക്കുക? അല്ല, അങ്ങനെ പാർട്ടിക്ക് ഉള്ളിൽ വളരെ ശക്തമായ നിലപാടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം വരുമോ? അപ്പൊ പാർട്ടിക്കുള്ളിൽ ശക്തമായ നിലപാടില്ല. ശക്തമായ നിലപാട് പാർട്ടിക്കുള്ളിൽ ഉണ്ട്. ശക്തമായ നിലപാട് ഞങ്ങൾ പാർട്ടിയിൽ ഉണ്ടായിരുന്നപ്പോഴും ഉണ്ട്. പക്ഷേ തീരുമാനമെടുക്കുന്നത് ചില ആളുകളാണ്. ഞങ്ങൾ ഇതൊക്കെ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതുപോലൊരു സൈക്കോപാത്തിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരരുത് എന്ന് ഞങ്ങൾ പല തരത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ പത്രസമ്മേളനത്തിൽ തന്നെ ഇങ്ങനത്തെയുള്ള പരാതികളുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇപ്പൊ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് നിർത്തിയ പത്രസമ്മേളനമുണ്ട്. അതിൽ പോലും ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെ സ്ത്രീകൾക്ക് എതിരെ പിന്നെയുള്ള പരാതികളുണ്ട്, ഇത്തരത്തിലുള്ള പരാതികൾ നിലനിൽക്കുന്ന, അതുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് ഞങ്ങളെല്ലാവരും അന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കെ മുരളീധരൻ ആവശ്യപ്പെട്ടിരുന്നു, പാലക്കാട് DCC ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനെ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടും, അതായത് പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായം ഉണ്ടായിട്ടും ഷാഫി പറമ്പിലും BD സതീശനും മാത്രം തീരുമാനിച്ചിട്ടാണ് ഈ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് ഷാലിമിന്റെ അടക്കം രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ സമയത്ത് സമാനമായ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടാകാം എന്ന കാര്യം പാർട്ടി കമ്മിറ്റികളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു അന്ന് പ്രമുഖ നേതാക്കൾ അടക്കം എന്നാണ് ഷാനിബു പറയുന്നത്.
അതെ. ഇപ്പൊ അതിനു മുമ്പ് തന്നെ നിരവധിയായ ഇത്തരം പരാതി, ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് 3.5 വർഷം മുമ്പ് പരാതി പറഞ്ഞിരുന്നു എന്ന് ആ പെൺകുട്ടി തന്നെയല്ലേ നമ്മുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നെന്ന് പറഞ്ഞത്? എന്താ പെൺകുട്ടി പറഞ്ഞത്? ഞാൻ 3.5 വർഷം മുമ്പ് തന്നെ ഈ പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ അച്ഛനെ പോലെയാണ് അദ്ദേഹം അത് കേട്ടു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിക്ക് ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്? അന്ന് നടപടി എടുക്കാത്തത് കൊണ്ടല്ലേ? ആ പെൺകുട്ടി തന്നെ മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ അങ്ങനെ എല്ലാ ഫോറങ്ങളിലും, എനിക്ക് പറയാൻ പറ്റുന്ന ഫോറങ്ങളിലൊക്കെ ഞാൻ പരാതി പറഞ്ഞിട്ടും ഇയാൾക്ക് സ്ഥാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. MLA ആകുന്നു, പ്രസിഡന്റ് ആകുന്നു. അതുപോലെ തന്നെ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളത് പോലെ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ ചേർത്ത് നിർത്തുന്നു, ഉമ്മ കൊടുക്കുന്നു. ഇതൊക്കെ ഈ പെൺകുട്ടി പരാതി പറഞ്ഞതിന് ശേഷം സംഭവിക്കുകയാണ്. നിലമ്പൂരിൽ ഒരു കോൺഗ്രസ് തീരുമാനത്തിന് വിരുദ്ധമായി ഇയാൾ പ്രവർത്തിച്ചപ്പോൾ പോലും ഇതേ പിതൃതുല്യനായ ഈ പെൺകുട്ടി പരാതി പറഞ്ഞതിന് ശേഷമാണെന്ന് ഓർക്കണം. ഇതേ പിതൃതുല്യനായ VD സതീശൻ പറയുന്നു, എന്റെ അനിയനാണ്, ഞാൻ ശാസിക്കും, അല്ലാതെ വേറൊന്നും ശാസിക്കും എന്നാ പറയുന്നത്. അപ്പൊ ഇയാളുടെ മുൻപ് തന്നെ ഇത്തരത്തിൽ പരാതികളുള്ള സമയത്ത് തന്നെ ഇയാളെ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. പിന്നീട് VD സതീശന്റെ ഇമേജിന് കോട്ടം തട്ടും എന്നൊരു ഘട്ടമെത്തിയപ്പോ അയാൾ പറഞ്ഞു, ശക്തമായ നടപടി ഉണ്ടാകും, നിങ്ങൾക്ക് മാതൃകാപരമായ നടപടി ഞങ്ങൾക്ക് കാണിച്ചു. എന്ത് മാതൃകാപരമായ നടപടി? എൽദോസിനും വിൻസെന്റിനും എതിരെ എടുത്തിട്ടുള്ള അതേ നടപടി തന്നെയാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വസന്ത് പറയേണ്ടത് പിന്നെ എന്തിന്റെ പേരിലാണ് ഇയാൾക്ക് ഇതിന് നടപടി? നിങ്ങൾ ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു നിങ്ങൾ പറയപ്പെടുന്ന ഈ നാടകം, അത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് അത് മാധു നേരത്തെ ചോദിച്ചു. അദ്ദേഹത്തിന് അതിന് മറുപടി പറയാൻ സാധിച്ചില്ല. അപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നാണ്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഇതുപോലൊരു വൃത്തികെട്ട സൈക്കോപാത്തിനെ, സ്ത്രീകളെ ഇരപിടിയനായി നടക്കുന്ന ഒരുത്തനെ നിങ്ങൾ MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ ആ സൈക്കോപാത്തിനൊപ്പം നിന്ന് നിങ്ങളെ പരാജയപ്പെടുത്തും എന്നാണോ നിങ്ങൾ പറയുന്നത്? പാലക്കാട്ടെ ജനാധിപത്യ വിശ്വാസികളുടെ അവരുടെ അഭിമാനബോധത്തെ നിങ്ങൾ ചോദ്യം ചെയ്യല്ലേ? ഇതുപോലെ ഒരു വൃത്തികെട്ടവനെ പുറത്താക്കിയതിന്റെ പേരിൽ എല്ലാവരും കോൺഗ്രസിനെതിരെ തിരിയും എന്ന് പറയാൻ ഉളുപ്പും മാനവുമുള്ള ആർക്കും പറയാൻ കഴിയുന്ന ഒരു നിലപാടല്ലത്. നിങ്ങൾ അവിടുത്തെ ജനങ്ങളെയാണ് നിങ്ങൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പുമായോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമായ കാര്യങ്ങളോ ഉന്നയിച്ചുകൊണ്ട് സൂചിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. ഇത് എത്രത്തോളം ഗുരുതരമാണെന്ന് മാധുവിന് അറിയുമോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ഇയാളൊരു ഇരപിടിയനാണ്. കടന്നു വരുന്ന ഓരോ പെൺകുട്ടികളെയും, കാണുന്ന ഓരോ പെൺകുട്ടികളെയും പണ്ട് മാടമ്പിമാരെ, ഫ്യൂഡൽ മാടമ്പിമാരെ പോലെ ഇഷ്ടപ്പെട്ടാൽ ആ പെൺകുട്ടിയെ അയാൾക്ക് വേണം എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു ഫ്യൂഡൽ മാടമ്പിത്തരത്തിന്റെ സൈക്കോപാത്തിനെ പോലെ പ്രവർത്തിക്കുന്ന ഒരാളെ ദയവ് ചെയ്ത് ഞങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്ന് പാലക്കാട്ടെ സ്ത്രീകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇവർ പറയും ഞങ്ങൾ സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പരാതി ഇല്ലാതെ തന്നെയാണ് ഈ പറയുന്ന നേതാക്കളൊക്കെ, കോൺഗ്രസിലെ വനിതാ നേതാക്കളൊക്കെ പറയുന്നത് പുറത്താക്കണം എന്ന് പറയുന്നത് അവർക്ക് ചില കാര്യങ്ങൾ ബോധ്യമുള്ളത് കൊണ്ടാണ്. ആ ബോധ്യം കോൺഗ്രസിന് സംരക്ഷിച്ചു പിടിക്കുന്ന ഷാഫി പറമ്പിലിനും VD സതീശനും ഇല്ലെങ്കിൽ തിരിച്ചടികളുടെ ഒരു പരമ്പര ഇതൊക്കെയാണ് രൂക്ഷമായ ആരോപണങ്ങൾ നടക്കുന്നത്. അതിനിടയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ ഈ വനിതാ നേതാക്കൾ ഈ രാജി ആവശ്യപ്പെടുന്ന സമയത്ത് അവർ നേരിടേണ്ടി വരുന്ന സൈബർ അതിക്രമത്തെക്കുറിച്ച് കോൺഗ്രസിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലേ? ഉമാ തോമസിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ വന്ന ഒരു കമന്റ് എന്ന രീതിയിൽ പിന്നീട് പ്രചരിച്ചത് അവരെ പട്ടികൾ എന്ന് വിളിക്കുകയാണ്. അന്ന് വീണപ്പോൾ ചത്താൽ മതിയായിരുന്നു എന്ന് പറയുകയാണ്. ഉമാ തോമസിന്റെ ഫേസ്ബുക്കിൽ അവർ മുൻപിട്ട ഒരു ഫോട്ടോയുടെ കീഴിൽ വന്നിരിക്കുന്ന കമന്റുകൾ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. ആ നിലയ്ക്കാണോ നിങ്ങളുടെ വനിതാ നേതാക്കൾ ഇങ്ങനൊരു അഭിപ്രായം പറയേണ്ടതിന്റെ പേരിൽ മാത്രം അതിക്രമം നേരിടുന്നത്? ഇനി അതൊക്കെ ആരെങ്കിലുമാണ് എന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ? നിങ്ങൾ അവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നുണ്ടോ? നിങ്ങളുടെ വനിതാ നേതാക്കൾ, പാലക്കാട് നീലപ്പെട്ടി വിവാദം ഉണ്ടായ ദിവസം നിങ്ങളുടെ വനിതാ നേതാക്കളുടെ സ്വകാര്യത, നിങ്ങളുടെ വനിതാ നേതാക്കളുടെ സ്വാതന്ത്ര്യം, നിങ്ങളുടെ വനിതാ നേതാക്കൾക്ക് മേലുണ്ടാകുന്ന അധികാര പ്രയോഗം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നു. ഉമാ തോമസിനെതിരായ സൈബർ അതിക്രമത്തെക്കുറിച്ച് നിങ്ങൾക്ക് വേദനയില്ലേ വസന്തേ? ശ്രീ മാധു വളരെ കൃത്യമായി ഇന്ന് അങ്ങ് എൻ്റെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഉമാ തോമസ് അടങ്ങുന്ന ഞങ്ങളുടെ വനിതാ MLA മാർ, ഞങ്ങളുടെ എന്നുള്ളതല്ല, ഏത് വനിതാ MLA ഏത് വനിതയ്ക്കെതിരെയാണെങ്കിലും ഒരു സൈബർ അറ്റാക്കിനെയും കോൺഗ്രസ് ഓൺ ചെയ്യില്ല. ഞാൻ തന്നെ അത് വളരെ കൃത്യമായി എടുത്തു കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഉമാ തോമസിനെതിരെ അങ്ങ് പറയുന്ന കമൻറ്റുകൾ ഇട്ടു എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ആ കമൻറ്റുകൾ കോൺഗ്രസ് ഉടുപ്പിട്ട DYFI ചെന്നൈ കൂട്ടമാണ് എന്ന് ഞങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങയുടെ ചോദ്യം, അവർക്കെതിരെ നിയമ നടപടിക്ക് മുമ്പോട്ട് പോകുമോ? ഞാൻ നേരിട്ടിറങ്ങും, ഞങ്ങൾ നേരിട്ട് മുമ്പോട്ട് പോകും. ഞങ്ങൾ വളരെ കൃത്യമായി ഇന്നും നാളെയുമായി അവരെ സ്പോട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഈ കോൺഗ്രസ് ഉടുപ്പിട്ട ചെന്നായിക്കൂട്ടമുണ്ടല്ലോ ഡിവൈഎഫ്ഐയുടെ, അവരെ ഞങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്യും, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ അങ്ങ് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ എടുത്ത നിലപാടിനെ പറ്റി ഊറ്റം കൊള്ളുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇതേ സമാന അവസ്ഥയിൽ അവിടുത്തെ വനിതാ നേതാക്കൾ എടുത്ത നിലപാടിനെ പറ്റി കൂടി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിലെ വനിതാ നേതാക്കൾക്ക് അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നത്? കാരണം അങ്ങനെ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു നിലപാടെടുത്താൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പാർട്ടി ഉണ്ടാകുമെന്ന ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു ഇന്നോവയും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച് തിരിയില്ല എന്ന ബോധ്യം, ഉറപ്പ് അത് അവർക്കുള്ളത് കൊണ്ടാണ്. അവർ എടുക്കുന്ന നിലപാട്, അവർ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം അത് ഈ പാർട്ടി പരിഗണിക്കുമെന്നും അത് ഈ പാർട്ടി അഡ്രസ്സ് ചെയ്യുമെന്ന തികഞ്ഞ ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ പാർട്ടിയുടെ പരിസരത്തിൽ നിന്ന്, ഈ പാർട്ടി എൻവയോൺമെന്റിൽ നിന്ന് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നതും അപ്പുറത്തത് സാധിക്കാതെ പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൂടി ചർച്ച ചെയ്യണ്ടേ? പിന്നീട് ഷാനിബ് പറഞ്ഞത്, ഷാനിബിന് നേരത്തെ അറിയാമായിരുന്നു അത്രേ, ഏത് പാലക്കാട് മത്സരിക്കാൻ വരുന്ന സമയത്തെ ഇയാളൊരു പൊറവോട്ടാണെന്നും ഇയാളൊരു സ്ത്രീ ലംബടനാണെന്നും ഷാനിബിന് അറിയാമായിരുന്നു. എന്നിട്ട് എന്താ ഷാനിബെ പറയാതിരുന്നത്? അപ്പൊ ഷാനിബിനും അതിന് ഉത്തരവാദിത്വമില്ലേ? അങ്ങേക്ക് നേരത്തെ അറിയാമായിരുന്നു ഇത്രമാത്രം വൃത്തികെട്ടവനാണ് എന്ന്. മാധു ആരോട് ഷാനിബിനോട് തെളിവടക്കം പറയാൻ പറയൂ. ഷാനിബ് കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഇതേ കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് ഉന്നയിച്ചു. ഞാനത് ക്രോസ് ചെക്ക് ചെയ്തതാണ്. അങ്ങനെ ഒരു ഉന്നയിക്കലും ഷാനിബെ പറയട്ടെ, നിങ്ങൾ 4 പേരിരുന്ന് അവിടെ ഞാൻ സംസാരിക്കുമ്പോൾ 15 തവണ ഇടപെടുക, പിന്നെ ഞാൻ പറയുമ്പോൾ ഷാനിബ് കൂടെ ഇടപെടണ്ട. അങ്ങനെയാണ് ഷാനിബ് അങ്ങ് ചർച്ച നടത്തിക്കോ. ആങ്കർ ഇടപെടുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് എന്നെ കുറിച്ചല്ലേ പറയുന്നത്. അല്ല ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങ് അത് ചൂണ്ടിക്കാണിച്ചില്ല? രണ്ട് ഈ പ്രശാന്ത് ശിവൻ കോൺഗ്രസ് മറുപടി പറയട്ടെ. 2022 പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഫെബ്രുവരി 2022 എനിക്കറിയാം. വസന്ത എന്നെ കൊണ്ട് കൃത്യമായിട്ട് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എനിക്കറിയാം വസന്ത എന്റെ കൂടെയാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഈ നിലപാടിനോടൊപ്പമാണെന്ന് അറിയാം. എന്നെ കൊണ്ട് അത് കൃത്യമായി പറയിപ്പിക്കാൻ വേണ്ടിയാണ് പറയുന്നതെന്ന് എനിക്കറിയാം. 2022 ഫെബ്രുവരി 9 പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നേരിട്ട് ഒരു യുവതി പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്ത് അത് സ്വീകരിച്ചിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞാൻ നടപടിയെടുക്കും, ഉറപ്പായും നടപടിയെടുക്കുമെന്ന് മാത്രമല്ല തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ ഈ ദിവസം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടി പറയട്ടെ. അങ്ങനെ ഒരു പരാതി പാർട്ടിയുടെ മുമ്പിലില്ല. ഔദ്യോഗികമായി പാർട്ടിക്ക് വേണ്ടി പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അങ്ങനെ ഒരു പരാതി അത് ഷാനിബ് സ്വപ്നം കണ്ടതായിരിക്കും. അങ്ങനെ ഒരു പരാതി ഈ പാർട്ടിയുടെ മുമ്പിലില്ല. ക്ലോസ് ആയല്ലോ. ഇനി വേറെന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങേക്ക് അങ്ങനെ ഒരു ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ പരാതി പോട്ടെ. അങ്ങ് പറഞ്ഞത് ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെ, ഇങ്ങനെ ഒരു കൊള്ളരുതാത്തവനെ പറ്റി എനിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അങ്ങ് തുറന്നു പറയാതിരുന്നത്? എന്തുകൊണ്ടാണ് അങ്ങ് എക്സ്പോസ് ചെയ്യാതിരുന്നത്? ഇനി BJP ജില്ലാ പ്രസിഡന്റ് ഇതാ ട്രാൻസ്ജെൻഡർ രാഹുലിനോട് അത്ര സ്നേഹമായിരുന്നോ നിങ്ങൾക്ക്? എന്താണ്? അല്ല, ഞാനത് പറയാം. ഞാൻ പത്രസമ്മേളനത്തിൽ ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ അവന്തിക പത്രസമ്മേളനം നടത്തുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് എന്നോടും രാഹുൽ മോശമായി പെരുമാറിയിട്ടുണ്ട്. അല്ലല്ല, പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് അറിയാമായിരുന്നെന്നാണ് ഷാനിബ് പറയുന്നത്. അപ്പൊ പറയുന്നതായിരുന്നോ? പാലക്കാട് ജനതയെ നിങ്ങളുടെ വ്യഗ്രതയുണ്ടല്ലോ, ആ വ്യഗ്രത അപ്പോൾ എന്താ പറയാതിരുന്നത് ഷാനിബെ? എന്താണ് ഷാനിബ് അന്നൊരു വലിയൊരു പത്രസമ്മേളനം നടത്തിയല്ലോ, അങ്ങയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞ പത്രസമ്മേളന നാടകം. ആ നാടകത്തിൽ എന്താണ് ഇങ്ങനെ ഒരു വേർഷൻ അവതരിപ്പിക്കാതിരുന്നത്? എന്താണ് തട്ടേ കയറി അഭിനയിക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു രംഗം കൂടിയുണ്ട് ഇതിൽ എന്ന് നിങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റാതെ പോയത്? എന്താ അത് അവതരിപ്പിക്കാതിരുന്നത്? എന്നിട്ട് കുറെ കാലം കഴിയുമ്പോ പറയുന്നത് ശരിയല്ല. അത് അങ്ങയുടെ ക്രെഡിബിലിറ്റി നമ്മൾ എത്ര കാലമായി അറിയാം. സംസാരിച്ച കാര്യമില്ല വസന്ത. ഈ താരാട്ടോജോ അലക്സ് മാധ്യമ പ്രവർത്തകർ ഷാഫി പറമ്പിലിനോട് ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ ഷാഫി പറമ്പിൽ പറഞ്ഞത് ഷാനിബ് അല്ലേ എന്നാ പറഞ്ഞത്. ഹൂ കെയേഴ്സ് എന്നാ ചോദിച്ചത്. ഹൂ കെയേഴ്സ്? ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞങ്ങൾ അന്നും ഇന്നും
നോ അല്ലല്ല, അങ്ങ് പറയുന്ന ആരോപണത്തിന് അങ്ങേക്ക് അടിസ്ഥാനപരമായ തെളിവുകൾ വേണം. അല്ലാതെ ഇതാ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ വന്ന പരാതികൾക്ക് നിങ്ങൾക്ക് തെളിവുണ്ടോ? തന്നെ പറഞ്ഞതാണല്ലോ. അപ്പൊ പ്രതിപക്ഷ നേതാവിന് ബോധ്യമുണ്ട് ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവിന് ബോധ്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് വെള്ളക്കടലാസ്? പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? പ്രതിപക്ഷ നേതാവിനോട് ഒരു പെൺകുട്ടി പരാതി പറഞ്ഞാൽ അത് കോൺഗ്രസിനോടുള്ള പരാതിയാണ് എന്ന് നിങ്ങൾ എടുക്കുന്നില്ലേ? അതോ ഇനി കോൺഗ്രസ് KPCC ഓഫീസിൽ കൊണ്ടുവന്ന് എഴുതി തരണോ കത്ത്, പരാതി? അങ്ങനെ ഒരു സമാന്തര സംവിധാനം നിങ്ങൾക്കുണ്ടോ? ശ്രീ മാധു വളരെ കൃത്യമായാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണല്ലോ ആദ്യഘട്ടത്തിലെ നടപടികളിലേക്ക് ഈ പാർട്ടി കടന്നത്. നിങ്ങളിതാ ഇത്ര സമയബന്ധിതമായി ഇത് അങ്ങ് പൂർത്തീകരിച്ച് കളഞ്ഞേക്കൂ എന്ന് നിങ്ങൾ ഇണ്ടാസിട്ടാൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊരു പാർട്ടിയാണ്, ആ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ടാവും. ഞാനതുകൊണ്ടാണ് തുടക്കത്തിലെ അങ്ങോട്ട് ചോദിച്ചത്. സമാനതകളില്ലാത്ത നടപടി ഇടത് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും അവരെന്താണ് ചെയ്തതെന്നും കൂടി പഠിക്കണം. അതുകൂടി പറയണം. തട്ടുകേട് ആർക്കുമില്ലാതെ ക്ലോസ് ചെയ്തിരിക്കുന്നു. സസ്പെൻഷനാണ് അവസാന നടപടി എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ KPCC അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അപ്പുറത്തേക്ക് രാജി ആവശ്യപ്പെടുന്നത് ന്യായീകരണമില്ലാത്തതും യുക്തിയില്ലാത്തതുമായ ഒരു നടപടിയാണ് എന്ന്, അതായത് സസ്പെൻഷനാണ് പരമാവധി നടപടി എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. അങ്ങനെ സസ്പെൻഷനിൽ നിർത്താനുള്ള കാരണം എന്ന് വസന്ത് അടക്കം പറയുന്നത് എന്താണ്? പരാതിയില്ല. പരാതി VD സതീശന് കിട്ടി എന്ന് പറഞ്ഞത് VD സതീശൻ തന്നെയാണ് എന്നിരിക്കെ ഇനി എന്തിനാണ് കൂടുതൽ പരാതി എന്നതാണ് ചോദിക്കേണ്ടത്. പിന്നെ VD സതീശൻ അന്ന് പറഞ്ഞൊരു കാര്യം, ഒരച്ഛൻ എന്ത് ചെയ്യുന്നോ അങ്ങനെ ഒരു നടപടി ഞാൻ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവനവന്റെ വൈകാരികമായ നിലയ്ക്ക് നടപടിയെടുക്കാൻ കഴിയുന്ന പ്രൊഫൈലുള്ള ആളുകളല്ല ഇപ്പുറത്ത് നിൽക്കുന്നത് എന്നതുകൂടി പ്രശ്നമാണ്. ഇനി അങ്ങനെ വ്യക്തിപരമായ പരിധിയിൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന നടപടി എന്ന നിലയ്ക്ക് മാത്രമല്ല, പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ പിന്നീട് വന്ന കാര്യങ്ങൾ നാട്ടിലുള്ളവരുടെ മുഴുവനും രക്ഷിതാവാകാൻ കഴിയില്ലല്ലോ. പരാതി പറയാൻ കഴിയാത്ത, വെള്ളക്കടലാസിൽ പൂരിപ്പിക്കാൻ കഴിയാത്ത, അതിനുള്ള ത്രാണി പോലും ഇല്ലാതെ നിൽക്കുന്ന ആളുകളുടെ ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടു. പുഴുവിനെ ഞെരിച്ച് കളയുന്നത് പോലെ ഞെരിച്ച് കളയാൻ എനിക്ക് സെക്കൻഡുകൾ മതി എന്ന അവകാശവാദങ്ങൾ നമ്മൾ കേട്ടു. അങ്ങനെയുള്ള ആളുകളെയാണ് കോൺഗ്രസ് പാർട്ടി ചിഹ്നം കൊടുത്ത് മത്സരിപ്പിച്ച് MLA ആക്കി വെച്ചിരിക്കുന്നത് എന്ന ഇടത്താണ് ആ പാർട്ടിക്ക് ഇനി എന്തെങ്കിലും അധർമ്മം ഉണ്ടായാൽ ചോദിക്കാൻ എന്ത് ധാർമ്മികത എന്ന ചോദ്യം കൂടി ഉയരുന്നത്. വസന്ത് ഇടവേള. ശ്രീ പ്രശാന്ത് ശിവൻ, രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ കോൺഗ്രസ് അതിനെടുക്കാൻ കഴിയുന്ന പരമാവധി തീരുമാനം നടപടി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരു പാർട്ടി എടുക്കാൻ തീരുമാനിച്ച നടപടി എടുത്തു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അതിന്റെ അവസാനമാണ്. പാലക്കാട്ടെ പ്രതിഷേധങ്ങൾ അവസാനിക്കുമോ? ഒരിക്കലുമില്ല. BJP തുടക്കത്തിൽ തന്നെ സ്റ്റാൻഡ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ പാലക്കാട്ട് ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതുവരെ BJPയുടെ പ്രതിഷേധങ്ങൾ അതിശക്തമായ രീതിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. പിന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് ചോദിച്ച ചോദ്യമുണ്ട്. അതിന് ഈ ചർച്ചയുടെ അവസാന സമയമായിട്ടും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളെ കൊണ്ടുതള്ളുന്നതിനുള്ള സ്ഥലമല്ല പാലക്കാട്. കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, കബളിപ്പിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ സസ്പെൻഷൻ നാടകം കളിക്കുന്നത്? സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര കാലത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇന്ന ടൈം പീരീഡ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത്ര കാലത്തേക്ക്, 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അങ്ങനെയുള്ള രീതിയിൽ ടൈം പീരീഡ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ജനപ്രതിനിധി സ്ഥാനം കൂടെ രാജിവെക്കണം എന്നുള്ളത് നിങ്ങളുടെ കോൺഗ്രസ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളേ. കോൺഗ്രസ് ഭരണഘടനയെ മാനിക്കാതെയാണോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന ബാധകമല്ല എന്നതാണോ നിങ്ങളുടെ സ്റ്റാൻഡ്? ഇതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുവാനായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധി ഈ ചർച്ചയിൽ തയ്യാറാവണം. നേരത്തെ ചെറിയ രീതിയിൽ സൂചിപ്പിച്ചു പോയി അവന്തികയുടെ പരാതിയുമായി ബന്ധപ്പെട്ട്. അവന്തികയുടെ പരാതിയിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് കോൺസ്പിറസി അല്ലെങ്കിൽ BJPയുടെ ഭാഗത്തു നിന്ന് എന്ത് ഗൂഢാലോചന നടന്നു എന്നതിൻ്റെ തെളിവാണ് വരുന്നത്. ഇവിടെ ഞാൻ തന്നെ ഇന്നലെ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് അവർ ചാനലുകളിൽ നിന്ന് ഇത്തരത്തിൽ അവർക്കുണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തുന്ന സമയത്ത് 2 മണിക്ക് എനിക്ക് മെസ്സേജ് അയച്ച് ഇത്തരത്തിൽ ഒരു
എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്താണെന്നില്ല, ഞാൻ അവർക്കത് പുറത്തു പറയുന്നതിന് പേടിയുണ്ടെന്ന് പറഞ്ഞു. ധൈര്യമായി പ്രൊസീഡ് ചെയ്തോളൂ, ഇത്രയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിലെവിടെയാണ് ഗൂഢാലോചനയുള്ളത്? അവർ ചർച്ചയിൽ വന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ ഒരു തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അല്ലാതെ ഇത്തരത്തിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ചർച്ചയിൽ വന്ന് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കരുത്. BJP ഇപ്പോഴും വളരെ വ്യക്തമായി തന്നെ പറയുന്നു, പാലക്കാട്ടുകാരെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. പാലക്കാട്ടുകാരെ ഇനിയും ഇത്തരത്തിൽ കബളിപ്പിക്കുന്ന നിലപാട് കോൺഗ്രസ് തിരുത്തുവാൻ തയ്യാറാവണം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചേ തീരൂ. ഇതാണ് BJPയുടെ നിലപാട്. ശ്രീ AK ഷാനിബ്, ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നു. അദ്ദേഹം പക്ഷേ ഇപ്പോഴും MLA ആണ്. അദ്ദേഹത്തിന് പാലക്കാട്ടേക്ക് വരേണ്ടതുണ്ട്, അവിടുത്തെ ജനങ്ങളെ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർന്ന പ്രതിഷേധങ്ങൾ, അത് DYFയുടെ നേതൃത്വത്തിലാണെങ്കിലും SFI ഒക്കെ ഇന്ന് അവിടെ പെൺകുട്ടികൾ എങ്ങനെ പ്രതിരോധിക്കും, അവരുടെ സെൽഫ് ഡിഫെൻസ് എങ്ങനെയാണ് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം മൂടി വെച്ച ഒരാളെ വെച്ചുകൊണ്ട്. ബസ്സുകൾ തോറും കയറി ഇറങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ അടക്കം വെച്ചുകൊണ്ട് ഇയാളെ സൂക്ഷിക്കണം എന്ന സ്ത്രീകളോട് പറയുകയാണ്. ആ നാട്ടിലൊരു MLA കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായും മണ്ഡലത്തിലേക്ക് വരുന്ന സമയത്ത് യുവമോർച്ചയുടെ ഭാഗത്തുനിന്നും DYFയുടെ ഭാഗത്തുനിന്നും ഒക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നൊരു കാര്യം. പോലീസ് ഇടപെടൽ, മറ്റ് സംഘടനകളുടെ ഇടപെടൽ കോൺഗ്രസിന് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഇനി യൂത്ത് കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയുമോ? കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഒരാളാണ്, അയാളെ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിരോധിക്കും? അല്ല, ഇതൊക്കെ കോൺഗ്രസ് വ്യക്തമാക്കേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം മാധു പറഞ്ഞതുപോലെ ഇതെല്ലാം ഈ പ്രതിഷേധങ്ങളൊക്കെ തുടരും. ഇത് സ്വാഭാവികമായും പാലക്കാട്ടെ സ്ത്രീകൾ ഇതിനെതിരെ ശക്തമായ നിലപാട് മുന്നോട്ട് പോകും. പക്ഷെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട, എൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ പരാതി പറഞ്ഞിരുന്നുവെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡേറ്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പത്രസമ്മേളനത്തിന് ഞാൻ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈ പറയുന്ന ഇയാൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ഷാഫി പറമ്പിലിനോട് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, ഷാനിബ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഹു കെയേഴ്സ് എന്ന വാക്ക് ഉപയോഗിച്ചില്ലെങ്കിലും ഷാനിബല്ലേ, അതിൽ അത്ര കാര്യമൊന്നുമില്ല എന്ന് മറുപടി പറയുന്നതും എൻ്റെ ബോധ്യത്തിലുള്ള കാര്യമാണ്. പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് ആ പെൺകുട്ടി നിരവധി തവണ ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ട് അവസാനമാണ് എന്നോട് പറയുന്നത്, ഞാൻ നിരവധി തവണ പറഞ്ഞിട്ടും പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ പോയി കാണാൻ പറഞ്ഞത് ഞാനാണ്. ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആശുപത്രിയിൽ ഉള്ള സമയത്ത് കൂടെ നിൽക്കേണ്ട സമയത്താണ് ആ ദിവസം ആണ് അപ്പോയിൻമെന്റ് കിട്ടിയത്. അത് ഈ ഡേറ്റ് അടക്കം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ തെളിവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, ആ പരാതിക്ക് എന്തായാലും തെളിവുകളുണ്ടാവും. വരും ദിവസങ്ങളിൽ ആ പെൺകുട്ടി പുറത്തു വിടുന്നെങ്കിൽ പുറത്തു വിടട്ടെ. ഞാനത് അവരെ വീണ്ടും ഇതിലേക്ക് വലിച്ചഴക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്നും നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അത് തന്നെയായിരുന്നു. ഈ പരാതിക്കാരിയുടെ പേരോ കൃത്യമായ വിവരങ്ങളോ അവരുടെ ശബ്ദം പോലും നമുക്ക് പുറത്തുവിടാൻ കഴിയാത്ത തരത്തിലാണ് നമ്മളിതെല്ലാം പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വസന്ത് ഇതെല്ലാം എന്നോട് ചോദിക്കുന്നതിന് പകരം എറണാകുളം യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ജില്ലാ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന്റെ ഒരു വോയിസ് പുറത്തു വന്നിട്ടുണ്ട്. 2 പെൺകുട്ടികളോട്, KSUക്കാരോട് ഒരേ സമയം 2 പെൺകുട്ടികളോട് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ അതെന്ത് മെസ്സേജ് ആയിരിക്കും? അവർ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തേണ്ടി വന്നു എന്ന് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി പറയാണ്. ഉമാ തോമസ് വന്നിട്ട് പറയാണ് ഇയാളെ പാർട്ടിയിൽ വെക്കാൻ കൊള്ളില്ല എന്ന് വെറുതെ പറയുന്നില്ലല്ലോ, അവർക്ക് കിട്ടിയ വിവരങ്ങളുണ്ടാവും. ഈ പറയുന്ന KC വേണുഗോപാലിന്റെ സഹധർമ്മിണി ഞാൻ ഭയപ്പെടുന്നു എന്നവർക്ക് എഴുതേണ്ടി വരികയാണ്. ഇതുപോലെയുള്ള KK രമ അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നു. പാർട്ടിയുടെ നേതാക്കളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ സംഭവങ്ങൾ എന്നെ വസന്ത് എത്ര പ്രകോപിപ്പിച്ചാലും എനിക്കത് പറയാൻ കഴിയില്ല. അത് എനിക്കും പറയാൻ കഴിയില്ല, അത് മാധുവിനും പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആർക്കും അത് പുറത്തു പറയാൻ കഴിയില്ല. കാരണം ഇതുപോലെയുള്ള ഇരപിടിയന്മാരുടെ വലയിൽ വഞ്ചിതരായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ തെരുവിൽ അവർ പിന്നെ ഇരുട്ടുമുറി നിൽക്കുന്നുണ്ട്. ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്കെന്റെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ഞാൻ മാറി നിൽക്കുകയാണെന്ന് അയാളോട് തന്നെ പറയുന്നുണ്ട്. എനിക്കെന്റെ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ക്രൂരമായിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്രയും ക്രൂരമായ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടും ഒരു വെള്ളപ്പേപ്പറിലും പരാതി കിട്ടിയിട്ടില്ല വസന്ത്, ഇപ്പോഴും കിട്ടിയിട്ടില്ല. നമ്മൾ കാണുന്ന തെളിവുകളാണ്, നമ്മുടെ മുമ്പിൽ സംസാരിക്കുന്ന തെളിവുകളാണ്. ഇപ്പോഴും വെള്ളപ്പേപ്പറിൽ പരാതി കിട്ടിയിട്ടല്ല ഇത്രയെങ്കിലും നടപടി എടുത്തിട്ടുള്ളത്. പക്ഷേ ഈ നടപടി അത് കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ്.
ശക്തമായ നിലപാട് സ്വീകരിച്ച് അയാളെ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള എന്റെ സമയം പൂർണ്ണമായി പൂർത്തിയാവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഉമാ തോമസിന്റെ ചിത്രത്തിന് താഴെയും ഈ കോൺഗ്രസിന്റെ തന്നെ നേതാവായ താര ടോജോ അലക്സിന്റെ പോസ്റ്റിന് താഴെയും ഒക്കെ അവർ വളരെ വ്യക്തമായി ആ രാഷ്ട്രീയം, ഇതിന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയം അടക്കം വ്യക്തമാക്കിക്കൊണ്ടിരുന്ന നിലപാടെടുത്തതിന് കീഴെയും വന്നു നിറയുന്ന ഈ ആണധികാരത്തിന്റെ പുളപ്പുകൾ കാണുന്ന സമയത്താണ് വെള്ള പേപ്പറിൽ പരാതി എഴുതി കൊടുക്കാനുള്ള ത്രാണി എങ്ങനെയാണ് സ്ത്രീകൾക്കില്ലാതെ പോകുന്നത് എന്നതുകൂടി വ്യക്തമാകുന്നത്. ഈ വെട്ടുകിളിക്കൂട്ടത്തെ പോറ്റുന്നതാണ് നേതാക്കളാകാനുള്ള, അതിജീവിക്കാനുള്ള എളുപ്പ വഴി എന്ന് ചിന്തിക്കുന്നവർക്ക് മറുപടി നൽകാൻ ജനത്തിന് കഴിയും. അതിനെ പേടിച്ചു മാത്രമാണ് കോൺഗ്രസ് ഈ നിലപാടെടുക്കുന്നത് എങ്കിൽ അത് തിരുത്താൻ കഴിയുന്ന ജനകീയ വികാരം ഉടലെടുക്കുമെന്ന് കാണാനും കൂടി പാർട്ടിക്ക് കഴിഞ്ഞാൽ കൊള്ളാം.